അല്ല, പ്രതിപക്ഷ നേതാവ് ഓരോ ദിവസവും ഓരോ അഭിപ്രായമല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു നിയമസഭാ സെഷനിൽ ഏകകിടപ്പാട സംരക്ഷണ നിയമം, സേവനാവകാശ നിയമം, ഇങ്ങനെ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണത്തിൽ നിന്ന് പ്രതിപക്ഷം പൂർണ്ണമായും ബഹിഷ്കരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? എന്തായിരുന്നു അടിസ്ഥാനം? SIT-യിൽ വിശ്വാസമില്ല, CBI അന്വേഷിക്കണം. ഇതായിരുന്നല്ലോ നിയമസഭാ സമ്മേളനം പൂർണ്ണമായി ബഹിഷ്കരിക്കാനുള്ള കാരണമായിട്ട് പറഞ്ഞത്. അപ്പൊ ആ നിലപാടിൽ നിന്ന് പിന്നെ എങ്ങനെ മാറി? അന്ന് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞു, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ്, ആ അന്വേഷണത്തിൽ എല്ലാവരും വിശ്വാസം അർപ്പിക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ തന്നെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഹൈക്കോടതിയാണോ വിശ്വാസം, CBI ആണോ വിശ്വാസം? അദ്ദേഹം ഹൈക്കോടതിയല്ല CBI ആണ് വിശ്വാസം എന്ന് പറഞ്ഞിട്ടാണ് നിയമനിർമ്മാണ പ്രക്രിയ പൂർണ്ണമായിട്ടും പ്രതിപക്ഷം ബഹിഷ്കരിച്ചത്. പിന്നെ നേരെ മലക്കം പറഞ്ഞിട്ട് SIT വന്നു. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ ബന്ധമുണ്ട്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ആളുകളല്ലേ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഓരോ ഉദ്യോഗസ്ഥനെയും ഹൈക്കോടതിയുടെ അംഗീകാരത്തോടു കൂടിയാണ് നിശ്ചയിക്കുന്നത്. യഥാർത്ഥത്തിൽ അതീവ ഗൌരവമായൊരു പ്രശ്നം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വഴി സമ്മർദ്ദം ചെലുത്തുന്നു. ഇപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇത് ലീക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവിനെ എവിടെ നിന്ന് ലീക്ക് ചെയ്ത് കിട്ടി? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു പറഞ്ഞു നിങ്ങളൊന്ന് സമ്മർദ്ദം ചെലുത്തണം, അങ്ങനെയാണോ? അപ്പൊ അദ്ദേഹം ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ അവതരണ രീതി കണ്ടിട്ട് അതിലങ്ങ് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഓരോ ദിവസവും പറയുന്നു, പിറ്റേ ദിവസം നമ്മൾ വൈരുദ്ധ്യം കാണണ്ടേ? ഞങ്ങൾ ഗവൺമെന്റ് ഈ തുടക്കം മുതൽ പറയുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം അത് പൂർണ്ണമായിട്ട് മുന്നോട്ട് വരട്ടെ. ഇപ്പോ SIT-യിൽ വിശ്വാസമില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഇപ്പൊ ഗൌരവമായ ചില പ്രശ്നങ്ങൾ കൂടി വന്നിരിക്കുന്നു. ശ്രീ ആന്റണി പറയുന്നു 2011 ആണ് സോണിയാഗാന്ധിയെ കണ്ടിട്ടുള്ളത്. ഞാൻ മാധ്യമങ്ങൾ ചിലത് കണ്ടത് അങ്ങനെയാണ്. ശബരിമലയിലെ വളരെ പ്രധാനിയായ പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ അന്നേ ശബരിമലയിൽ വളരെ പ്രധാനിയാണ് പോറ്റി എന്ന് UDF സാക്ഷ്യപ്പെടുത്തുന്നു. ആ പോറ്റിയും ഗോവർദ്ധനും തമ്മിൽ ഒന്നിച്ചു നിൽക്കുന്ന ഇതേവരെ വന്ന ഏക ചിത്രം അങ്ങേയറ്റം കർക്കശമായി സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ UDF കൺവീനർ ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുന്ന ഏക ചിത്രം മാത്രമാണ്. അപ്പോൾ SIT ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിൽക്കരുത്. ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ വേറെയും ചില മോഷണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അത് വേരിലേക്ക് എത്തണം. അതാണ് നാട് ആഗ്രഹിക്കുന്നത്. ഈ ശബരിമലയുടെ പേരിൽ ഈ ഒറ്റ പ്രശ്നം മാത്രമല്ല, ആ ആരാധനാലയത്തിന് ശബരിമലയുടെ പവിത്രതയുടെ മറപിടിച്ചുകൊണ്ട് ഏറെക്കാലമായി എന്തൊക്കെ നടന്നിട്ടുണ്ട്, അത് എവിടെ നിന്ന് തുടങ്ങി, എന്തെല്ലാം ഇതിലേക്ക് എത്തിയിട്ടുണ്ട്, എല്ലാ വശവും സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാകുമ്പോൾ SIT അന്വേഷിക്കുമല്ലോ. SIT അന്വേഷിക്കും, എവിടേക്ക് വരെ പോകും? ശ്രീ രമേശ് ചെന്നിത്തല ഇടയ്ക്ക് എന്ന് പറഞ്ഞ് പുരാവസ്തു അന്വേഷണം. നേരത്തെ തന്നെ പുരാവസ്തുവിന്റെ വിദേശത്ത് കടയുള്ള സഹോദരിയുള്ള നേതാവും ഇന്ത്യയിലുണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ പല ഭാഗങ്ങളിലേക്ക് അന്വേഷണം പോകുമോ? ഞങ്ങൾ ഇന്ന ആളുകളൊന്നും കുറ്റക്കാരാണെന്നോ ഇന്ന രീതിയിലാണെന്നോ ഗവൺമെന്റ് ഈ അന്വേഷണത്തിൽ ഒരു തരത്തിൽ ഇടപെടുന്നില്ല. ഇതിന്റെ സത്യം പൂർണ്ണമായിട്ടും വെളിയിലേക്ക് കൊണ്ടുവരണം. ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെ നിയമത്തിന് മുൻപിലേക്ക് കൊണ്ടുവരണം. അതിനാവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അന്വേഷണവും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT നടത്തും എന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോ അവിശ്വാസം പറയുന്നത് ഇത് പലയിടങ്ങളിലേക്കും അന്വേഷണം വ്യാപിക്കുമെന്ന ഭയത്തെ തുടർന്നാണ് ഈ മലക്കം മറിച്ചൽ പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചപ്പോ ആന്റണി പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ. 2011 ശബരിമലയിലെ പ്രധാനിയായ പോറ്റിന്നാണ്. അപ്പൊ എന്നാ പ്രധാനിയായത്? ആര് വഴി പ്രധാനിയായി? ആ പ്രധാനിയായാൽ ഒരു ദിവസം ഈ പറയുന്ന പ്രശ്നത്തിൽ മാത്രമാണോ ഈ കളവ് നടത്തിയിട്ടുണ്ടാവുക? അതിന് മുൻപ് എന്തൊക്കെ നടത്തിയിട്ടുണ്ടാവും? സ്വാഭാവികമായിട്ടും അതുമായിട്ട് ആരൊക്കെ ബന്ധമുണ്ട് ചിത്രങ്ങളെല്ലാം പറയുന്നത്. അപ്പൊ എല്ലാ വശവും അന്വേഷിക്കട്ടെ. ഇന്ന ആളാണെന്ന് ഞങ്ങൾ അതിനകത്ത് ഗവൺമെന്റ് ഈ ആള് പ്രതിയാകാം, ഈ ഫോട്ടോ കണ്ടു, അതെങ്ങനെയാകാം എന്നൊന്നും ഗവൺമെന്റ് അതിനകത്ത് ഇടപെടുന്നേയില്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്രമായി SIT അന്വേഷിക്കുന്നു. SIT അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രധാനിയായ കാലഘട്ടത്തിൽ തന്നെ എന്തൊക്കെ അവിടെ നടന്നിട്ടുണ്ട്, എന്തൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ടാകാൻ ഇടയുണ്ടോ, അതെല്ലാം സ്വാഭാവികമായിട്ട് പരിശോധിക്കുമല്ലോ. ആ പരിഭ്രാന്തിയാണോ മലക്കം മറിച്ചലിന് കാരണമെന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല, സംശയിക്കാം. ഞാൻ പറഞ്ഞ തുടക്കം മുതൽ തുടങ്ങണം. അപ്പോ ശരിക്കും വേരിലേക്ക് എത്തണം. അദ്ദേഹം പറഞ്ഞ അത് SIT ആ തുടക്കം മുതൽ വരട്ടെ.
ഇന്ന ഭരണം എന്നൊന്നല്ലോ പറയുന്നത്, ഭരണം നോക്കിയിട്ടൊന്നും അല്ലല്ലോ. ഇത് നാം കാണേണ്ടത് ക്ഷേത്രങ്ങളിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറിപ്പറ്റുന്ന ചില ആളുകൾ, അവര് ഈ വിശ്വാസത്തെ അവരാണ് ശരിക്കും വിശ്വാസമില്ലാത്ത ആളുകൾ. അവര് ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു. അവരാരൊക്കെ സഹായിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ, എന്നു മുതൽ തുടങ്ങി ഏതറ്റം വരെ പോയി, അതെല്ലാം അന്വേഷണത്തിൽ വരട്ടെ. അല്ലാതെ ഇന്നാള് UDFന്റെ ഭരണകാലം LDFന്റെ ഭരണകാലം എന്നല്ല. ഇപ്പൊ 2011 സോണിയാഗാന്ധിയുടെ അടുത്ത് പോറ്റി വളരെ പ്രധാനിയാണെന്ന് ഇപ്പൊ UDF ഇപ്പൊ സാക്ഷ്യപ്പെടുത്തിയല്ലോ. എന്നാൽ അടൂർ പ്രകാശ് പറഞ്ഞത് അങ്ങനെയല്ല, 19 ശേഷമാണ് പറഞ്ഞത്. രണ്ടാണ്. അപ്പൊ 2 ചിത്രങ്ങൾ അവർ ഉറപ്പുവരുത്തി, മാധ്യമങ്ങളിലൂടെ തന്നെ 2 പേര് സാക്ഷ്യപ്പെടുത്തി. ശ്രീ ആന്റോ ആന്റണി പറഞ്ഞു 2011 അടൂർ പ്രകാശ് പറഞ്ഞു 2019 ശേഷമാണ്. അപ്പൊ ഈ 2 ചിത്രങ്ങൾ അവർ ഉറപ്പുവരുത്തി അങ്ങനെ സംഭവം ഉണ്ട്. പോറ്റി അന്നേ പ്രധാനിയാണ്. അപ്പൊ അതെല്ലാം SIT അന്വേഷിക്കട്ടെ.